ചില സമയത്തൊക്കെ ശ്വാസം മുട്ടും. കൂടെ നിൽക്കുന്നവർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന തമാശ എൻ്റെ അമ്മയോട് ചിലത് പറയാൻ പറ്റില്ല. കാരണം അമ്മയെ നമ്മൾ അമ്മയായിട്ട് കാണുന്നു. അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം പേടിച്ചിട്ടല്ല, അമ്മയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. നമ്മൾ അമ്മയടുത്ത് പറയരുത്, നമ്മുടെ അമ്മയല്ലേ എന്ന് തോന്നുന്നൊരിതുണ്ട്. പക്ഷെ ഫ്രണ്ട്സിനോട് എന്തും പറയാം, എന്തും പറയാം. അങ്ങനെ വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്, വളരെ കുറച്ച്. അവിടുത്തെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തഗ്ഗില്ലേ, ചിലപ്പോൾ നമ്മൾ ആവർത്തിച്ച് രണ്ടാമത് ശരിക്കും ഇത് ഓർത്തിട്ട് അയ്യോ അത് കൊള്ളായിരുന്നു. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഈ ഏരിയ ആയിരിക്കുമല്ലേ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസിന്റെ അറ്റ്മോസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഭക്ഷണത്തെക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചളി പറയാനായിരിക്കും. ഉറപ്പായിട്ടും ചളിയുടെ എന്നൊക്കെ പറഞ്ഞ കൂമ്പാരമാണ് ഞങ്ങളുടെ ഇടയില്. അത് ഭയങ്കര രസമാണ്. ഞങ്ങള് പറയാ കഥ ഒന്ന് തുറന്നു കൊടുത്തേ, അത് അതിലെ പോട്ടെ പറയും. ചളിയൊക്കെ ഇറക്കി വിട്ടേ. അയ്യോ, ചളി മാത്രമല്ല, നമ്മള് ഫുഡ് കഴിക്കാനുള്ള വ്യാജാന് പുറത്ത് കഴിക്കാൻ പോകുന്നത് തന്നെ ഈ ബഹളം ഉണ്ടാക്കാൻ. ഒന്നുകിൽ ആരെങ്കിലും വീട്ടിൽ കൂടും, വീട്ടിൽ ഫാമിലി ഉണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ഇല്ലാത്തവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യും. ഒരു ഫ്രീഡം, ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോ നിൽക്കുന്നത്. ഫ്രീഡം നമ്മൾ മിസ്യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്യുക, മിസ്യൂസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു പോളിസി. നമുക്ക് റിലാക്സ് ചെയ്യണം. നമ്മൾ ഈ രജനീഷ് നേരത്തെ പറഞ്ഞ പോലെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്ത സിനിമകളുണ്ട്. ഇപ്പോൾ ഫാലിമി ആണെങ്കിലും ഹോമാണെങ്കിലും ഏതും എടുത്തോട്ടെ, നമുക്ക് ബാക്കിയിപ്പം ഈവൻ സ്വർഗം, അടികപ്പിയാരിയ കൂട്ടമണി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറുടെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ആ സിനിമയിൽ കുട്ടിക്കാനത്താണ് ഷൂട്ട്. മരിയൻ കോളേജിലായിരുന്നു ഷൂട്ട്. അവിടെ മഞ്ഞാണ്, എപ്പോഴും മഞ്ഞ് വരുന്നതുകൊണ്ട് ഈ പലപ്പോഴും സീൻസ് ഒക്കെ ബാക്കിയായി. ഈ സീൻസ് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടില്ല. ബിക്കോസ് സ്കൂള് തുറന്നു, ഓണാവധിക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോയത്. ഐ മീൻ കോളേജ് തുറന്നു. കോളേജ് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രാത്രിയാണ് കിട്ടുന്നത്. അപ്പം ഈ പ്രിൻസിപ്പലിൻ്റെ റൂം, ക്ലാസ് റൂംസ്, ഹാള് ഒക്കെ ഞങ്ങൾക്ക് രാത്രിയാണ് ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഈ രാത്രിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് 3 മണി 4 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പകൽ ഇവിടെ വന്ന് ഒരു ചിരി പെമ്പർച്ചിരി ഷൂട്ട് ചെയ്തിട്ട് വൈകുന്നേരം 4-5 മണിക്ക് തിരിച്ച് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളോട് പറയും, മോളെ കുറച്ച് ഉറങ്ങിക്കോ എന്ന് പറയുന്നൊരവസ്ഥ വരും. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നമ്മൾ എനർജി ഇങ്ങനെ പിടിച്ച് നിന്നതിന് ശേഷം ഒരു 10 ദിവസം നമ്മൾ വാനിഷാവും. എങ്ങോട്ടെങ്കിലും ടോട്ടലി മാറിയിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ വീട്ടിലെങ്കിലും പോയിരിക്കും. എൻ്റെ ഫ്ലാറ്റിലോ അമ്മയുടെ കൂടെയൊക്കെ ഞാൻ പോയി ഇങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ എനർജി നമ്മൾ വീണ്ടും റീഫിൽ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ചേച്ചിക്ക് തോന്നാറുണ്ടോ ഈ അറിവ്, ഇപ്പോൾ ഉള്ള അറിവ് ഒരു 10 വർഷം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ എന്ന് തോന്നുന്നു? ഇല്ല, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ളത് അത് വേറൊരു വൈബ്. അത് ഫാമിലി, മോള്, സുജിത്ത്, കുട്ടികള്, അതൊരു വേറൊരു ഇത്. ആ ലൈഫ് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ തട്ടിയും മുട്ടിയും മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ, വേറെ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ചെയ്ത സിനിമയാണ് ഹോം. അതിനു മുമ്പ് സിനിമകളൊന്നും തന്നെ ഞാൻ വന്നതൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് പേർക്ക് ജയസൂര്യക്ക് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, നീ സിനിമ ചെയ്യുന്നില്ല എന്ന് പറയരുത്, സിനിമയൊക്കെ വരുമ്പോഴേ ഉള്ളൂ ചെയ്യണമെന്ന്. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ബിക്കോസ് സുജിത്ത് അന്ന് ഭയങ്കര തിരക്കായിരുന്നു, നല്ല ഒത്തിരി പടങ്ങൾ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ആ സമയത്ത് കുഞ്ഞിനെ ഒരു ജോലിക്കാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരായയുടെ കയ്യിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ട്രിവാൻഡ്രത്തായിരുന്നു, ഞങ്ങൾ കൊച്ചിയിലായിരുന്നു താമസിക്കുന്നത്. സോ അതുകൊണ്ട് തട്ടിയും മുട്ടിയും ആകുമ്പോൾ രാവിലെ എനിക്ക് മോളെ സ്കൂളിലാക്കിയിട്ട് പോവാം, മോളൊരു 3-4 മണിക്ക് തിരിച്ചു വരും, ഞാനൊരു 6-6:30 ആകുമ്പോൾ തിരിച്ചു വരും. അപ്പം അത് മാത്രം ഞാൻ ചെയ്തിരുന്നു. അത് തന്നെ മാസത്തിൽ 10 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് പോക്കറ്റ് മണിയും കിട്ടും, മോളുടെ കാര്യം നോക്കായിരുന്നു. പിന്നെ സുഹൃത്തിൻ്റെ പല കാര്യങ്ങൾ, ബാങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്, ബാങ്ക് ഇടപാടുകളും ബാക്കിയുള്ള എല്ലാം. ഈ സുജിത്തിന്റെ വർക്കുകൾ കാണുമ്പോൾ ഇൻഡസ്ട്രിയിൽ വലിയ അംഗീകാരം ഉണ്ടായിരിക്കും, പക്ഷെ ചേച്ചി അതെങ്ങനെയായിരുന്നു ആസ്വദിച്ചിരുന്നത്? ആ മനുഷ്യൻ ഒരു കലാകാരനാണ്. അപ്പം ആ അവസ്ഥയിൽ അത് ആ കലാപ്രവർത്തനത്തെ ആ തരത്തിൽ കാണാൻ പറ്റിയിരുന്നു. അതേ വലിയൊരു ആളാണ്, വലിയ ക്യാമറാമാൻ എന്നുള്ള അർത്ഥത്തിലായിരുന്നു ചേച്ചിയുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത്. അതേ ഒരു ക്യാമറയുടെ വർക്ക് കണ്ടിട്ട് ഈ വർക്ക് കൊള്ളാം, ഇപ്പോൾ അവാർഡ് കിട്ടും, ഇപ്പം ഞാൻ പോലൊരു സാധനം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് കൊള്ളാം, ഇല്ലെങ്കിൽ എസ്ര ചെയ്യുന്നു. സുജിത്ത് ഒരു വലിയ കലാകാരനാണ്.
വലിയ കലാകാരൻ ഇൻ ദ സെൻസ് സുജിത്ത് ലൈഫിൽ എന്തെങ്കിലും ആകണം, ഉയരങ്ങളിലെത്തണം എന്ന് ആസ് എന്താ പറയുക, ഒരു ഭാര്യ എന്നതിലുപരി ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച ഒരാളാണ്. കാരണം സുജിത്തിൻ്റെ അത്രമാത്രം നല്ല സ്കില്ലുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ സുജിത്ത് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, സുജിത്തിനെ സിനിമയിലേക്ക് തള്ളിവിട്ട ഞാൻ തന്നെയാണ്, സിനിമ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കലാകാരനായിട്ടാണ് ഞാൻ സുജിത്തിനെ കാണുന്നത്. അയാൾ ഞാൻ പണ്ടും ഞാൻ പറയായിരുന്നു, സുജിത്ത് ആദ്യം ഒരു നല്ല ക്യാമറാമാൻ, എന്നിട്ടേ ഭർത്താവും അച്ഛനൊക്കെ ആവുള്ളൂ എന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് നല്ലൊരു ഭർത്താവാണോ നല്ലൊരു ക്യാമറാമാനാണോ എന്ന് ചോദിച്ചാൽ പുള്ളി നല്ലൊരു ക്യാമറാമാനാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് പുള്ളി അടിപൊളി കലാകാരനാണ്, നല്ലൊരു ക്യാമറാമാൻ. അത് ഇന്ത്യയിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും നല്ല ക്യാമറാമാന്മാരിൽ ഒരാൾ, ഒരു 5-6 പേരെടുത്താൽ അതിലൊരാൾ സുജിത് വാസുദേവ്. കേൾക്കുന്നുണ്ടല്ലോ ഇത്? ഇല്ല, അത് അറിയാവുന്ന കാര്യം, ഞാൻ പറയാറുള്ളതാണ്. എമ്പുരാന്റെ ടീസർ കണ്ടിട്ടും ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞൊരു ഒരു ഹോളിവുഡ് ടച്ചാണ് സിനിമയ്ക്ക്. എമ്പുരാന്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞോ? എമ്പുരാന്റെ വർക്കിന്റെ സമയത്തൊക്കെ എമ്പുരാന്റെ വർക്കിന്റെ സമയത്ത് ഇടയ്ക്കാണ് ബ്രദർ മരിക്കുന്നതൊക്കെ. ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നതും, ഫ്ലൈറ്റ് കയറ്റിവിട്ടതും ഞാൻ പോയതൊക്കെ ഞാൻ തന്നെയായിരുന്നു. ഫ്ലൈറ്റ് ദുബായിൽ കയറ്റിവിട്ടതൊക്കെ ഞാൻ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കായിരുന്നു. പിന്നെ എമ്പുരാൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു നീണ്ട ഒരു യാത്രയായിരുന്നല്ലോ. അപ്പം പല പല സമയങ്ങളിലായിരുന്നു. അതിനിടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ പറയുമായിരുന്നു, ദിവസം വിളിക്കുമ്പോഴൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വിളിക്കുന്നല്ലോ, ഉറങ്ങുകയാണ്, ഞാൻ പിന്നെ വിളിക്കാം. അല്ലാതെ അങ്ങനെയുള്ള ഇങ്ങനെ ഡിസ്കഷനോ കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യാറില്ല. പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഭയങ്കര ഡിസ്കഷൻ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു കോമഡി ആയിട്ട് സുജിത്ത് പറഞ്ഞതാ, ഈ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിൽ ആങ്കർ ചോദിക്കുന്ന സമയത്ത് ഇത് മഞ്ജു തന്നതാ, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയൊക്കെ കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ആ മഞ്ജുവിനെ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അതൊരു ലൈറ്റർ കോമഡി വേർഷനാണ്. അതങ്ങനെ തന്നെയല്ലേ കാണുന്നത്? അത് എപ്പോഴും എൻ്റെ ഫാമിലിയും സുഹൃത്തിൻ്റെ ഫാമിലിയും മീഡിയക്കാരും ഒക്കെ പറയാറുണ്ട്, സുഹൃത്തിന് തമാശ പറയാനറിയില്ല. ഞാൻ പ്രിയദർശൻ സാറിൻ്റെ മൂവിയും അദ്ദേഹം അടൂർ സാറിൻ്റെ മൂവിയുമാണെന്ന് എപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കളിയാക്കാറുണ്ട്. അപ്പം പുള്ളി ഹ്യൂമർ പറയുമ്പോൾ ബ്ലാക്ക് ഹ്യൂമർ ആയിപ്പോവും. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളി എന്തർത്ഥത്തിലാണ് അത് പറയുന്നത്. സോ നാട്ടുകാരത് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, വിഷമിക്കണ്ട, അത് അതേ അർത്ഥത്തിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് പുള്ളി പറയുന്ന തമാശകളെല്ലാം അതാണ് ഞാൻ പറയും, തമാശ പറയാൻ അറിയാൻ വൈകി മിണ്ടാതിരുന്നോടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. പുള്ളി തമാശയായിട്ട് പറയുന്ന ഈ ചേച്ചി എപ്പോഴും ചിരിക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എത്ര ചേച്ചി ടെററാണെന്ന് പറഞ്ഞാലും എനിക്കത് ഫീൽ ചെയ്യില്ല. ചേച്ചി ടെററായിരിക്കും, പക്ഷെ എനിക്കെപ്പോഴും ചേച്ചി ചിരിക്കുന്ന മുഖത്തോടുകൂടി സമീപിക്കുന്ന ഒരാളായിട്ട്. ഞാൻ അത്ര വലിയ ടെറർ അല്ല ആക്ച്വലി. ആവശ്യങ്ങൾക്ക് ഞാനുണ്ടല്ലോ വർഷത്തിൽ 1-2 പ്രാവശ്യം ഞാൻ വയലന്റ് ആവുള്ളൂ. ദേഷ്യം പുറത്ത് കാണിക്കാറുള്ളൂ. ഞാൻ ബാക്കി കാടക്കാരാണ് പതിവ്, പണ്ട് മുതലേ അങ്ങനെ.